2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലണ്ടനിലെത്തി. വിമാനത്താവളത്തിൽ ട്രംപിനും ഭാര്യ മെലാനിക്കും സ്വീകരണം നൽകി. ചാൾസ് രാജാവ്, ഭാര്യ കാമില എന്നിവരും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ ബ്രിട്ടനിൽ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമുണ്ടായ കുടിയേറ്റ വിരുദ്ധ റാലി, അത് ടോമി റോബിൻസന്റെ നേതൃത്വത്തിലുണ്ടായ കുടിയേറ്റ വിരുദ്ധ റാലിയിൽ ട്രംപിന് അനുകൂലമായിട്ട് ഒരുപാട് വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ട്രംപിന്റെ അതേ പോളിസിയാണ് കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ അവർക്കുള്ളത്. പക്ഷേ അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഈ ഒരു സന്ദർശനം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആ ജനങ്ങളിൽ നിന്നുള്ള ഒരു പിന്തുണ വളരെ പ്രധാനമാണല്ലോ. ഗുഡ് മോർണിംഗ് സ്മിത. ഉന്മേഷ്, സ്മിത പറഞ്ഞതുപോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദർശനമാണ്. ട്രംപ് ലണ്ടൻ സന്ദർശിക്കുമെന്ന് ചില സൂചനകളുണ്ടെങ്കിലും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ലണ്ടനിൽ എത്തിയിരിക്കുന്നത്. പ്രഥമ വനിത മെലാനിയ ട്രംപും ഒപ്പമുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സന്ദർശനത്തിന്റെ തുടക്കമായിട്ട് നാളെ ചാൾസ് രാജകുമാരനുമായി വിൻസർ കാസിൽ കൂടിക്കാഴ്ച നടക്കും. വ്യാഴാഴ്ചയായിരിക്കും പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം ശരിക്കും ഒരു ചരിത്രമാകുകയാണ്. ഇവിടെ ഈ ഒരു 2 സ്റ്റേറ്റ് വിസിറ്റ് നടത്തുന്ന ആദ്യ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതോടുകൂടി ആകുകയാണ്. ലണ്ടനിലാണെങ്കിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചാർലി കിർക്ക് കൊല്ലപ്പെട്ടതും അതുപോലെ ട്രംപിന് നേരെ തുടർച്ചയായി നടക്കുന്ന വധശ്രമങ്ങളൊക്കെ കണക്കിലെടുത്താണ് സുരക്ഷ പതിവിലും കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വിമാനം ഇറങ്ങിയ ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ചാൾസ് രാജകുമാരനുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരിക്കും ഒരു വലിയൊരു, അതായത് ടുമോറോ ഇസ് എ ബിഗ് ഡേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഖത്തറിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ട്. അദ്ദേഹവും ഉടൻ തന്നെ ഡൊണാൾഡ് ട്രംപിനോടൊപ്പം ചേരും. ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷമാണ് ഖത്തറിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എത്തിയത്. ഖത്തർ ഭരണാധികാരികളുമായിട്ടൊക്കെ അദ്ദേഹം ചർച്ച നടത്തി. ഇസ്രായേലിന്റെ ദോഹ ആക്രമണത്തിന് ശേഷമുള്ള ആദ്യ ഔദ്യോഗിക ചർച്ചകളായിരുന്നു അത്. കുറെ കൂടെ വിപുലമായ രീതിയിൽ ഖത്തറുമായി ഒരു പ്രതിരോധ കരാർ അതിന്റെ അന്തിമ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുമെന്ന് മാർക്കോ റൂബിയോ പറയുകയും ചെയ്തു. ഉന്മേഷ്, സ്മിത. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.